മൈക്കിളപ്പൻ്റെ ഏത് കാര്യങ്ങളും മനസ്സിലാക്കാൻ ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ല, അത് ഓഡിയൻസിനെ അങ്ങോട്ട് ഫീൽ ചെയ്ത് അതായത് ശിവൻകുട്ടിക്ക് അറിയാതെ ശിവൻകുട്ടി പറഞ്ഞ എന്നതാണ്, ശിവൻകുട്ടി അത് ചെയ്യും. സ്പോട്ട് ഡബിങ് ആയിരുന്നു. അപ്പോൾ എടുത്തത് എങ്ങനെ, അപ്പോൾ അതുപോലെ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ മറ്റേ നമ്മുടെ സർ ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി മാറി നിന്നിട്ട് വന്നിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് ചാമ്പിക്കം, അവിടെയാണ് അതിൻ്റെ ത്രില്ലിങ്. ടെർബോൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജിഗർദണ്ഡൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ഇവിടെ എറണാകുളത്ത് വന്ന് പോകുന്ന വഴിക്ക് മമ്മൂക്കാനെ കാണണം എന്ന് പറഞ്ഞിട്ട് മമ്മൂക്കാൻ്റെ അടുത്ത് വന്നതാണ്. മമ്മൂക്കാൻ്റെ ക്യാരവൻ, ഞാനും മമ്മൂക്കും കൂടി മമ്മൂക്കാൻ്റെ ക്യാരവനല്ല ഉള്ളത്. അപ്പോൾ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ പിന്നെ ലോറൻസ് ഞാനും പരിചയപ്പെട്ടില്ല. ഞങ്ങൾ പരിചയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. പക്ഷെ ഫസ്റ്റിൽ ലോറൻസ് എൻ്റെ അടുത്ത് ചോദിച്ച് ഭീഷ്മക്ക് അപ്പുറം நீங்கள் இந்த படம் தான் பண்ணுறது മമ്മൂക്കൂട്ട് കൂടെ ചോദിച്ചെന്നെ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. അപ്പം ഭീഷ്മ കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കാൻ്റെ കൂടെ ചെയ്യുന്ന പടം ഇതാണോന്ന് അയാൾ ചോദിച്ചു. എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ എന്താ പറയുക ഉൾപ്പെടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണാം. കാരണം മമ്മൂക്ക അങ്ങനെ ഒരാളെ ഒരു ബന്ധം കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ സെലക്ട് ചെയ്തിട്ട് ചെയ്യുള്ളൂ. അത്രയും ഒരു എന്താ പറയേണ്ടത്, സിനിമയിൽ അഭിനയിക്കുന്നതും മറ്റൊന്നുമല്ല, അല്ലാതെയുള്ള ഒരു ബന്ധം ആക്കിയെടുക്കാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷം. അത് പല തരത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ ട്രാഫിക്കുള്ള സമയത്തൊക്കെ ഇങ്ങനെ വണ്ടി ചെക്കിംഗ് ഒക്കെ നടത്തി പിന്നെ നിൽക്കുന്ന സമയത്ത് നല്ലൊന്ന് ഷൂട്ടിങ് അല്ല ഇത്. അതുപോലെ ഫൈൻ എഴുതി കൊടുത്തിട്ട് നമ്മൾ റെസീറ്റ് കൊടുക്കുമ്പോൾ സൈൻ ചെയ്തിട്ടാണല്ലോ കൊടുക്കുക. അന്ന് അധികം 100 രൂപ ഫൈനാണ് അതിന് വരുന്നത്. നമ്മൾ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അത് മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പോകും. കാരണം ഒരു ഓട്ടോഗ്രാഫ് കിട്ടിയ മാതിരി അവൻ. ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാലത്ത് പിന്നെ ആർണോൾഡിൻ്റെ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആർണോൾഡ് എഴുതിയൊരു ബുക്കുണ്ട്, അത് നോക്കിയിട്ടാണ് പിന്നെ വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പം അന്ന് മുതലേ ഞാൻ ആരാധിക്കുന്നതും എൻ്റെ റോൾ മോഡലും എല്ലാമാണ് ആർണോൾഡ്. നമസ്കാരം. വീഡിയോ വണ്ണോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട അബു സലീം സാറാണ്. നമസ്കാരം. നമസ്കാരം. പുതിയ സിനിമ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് തിയേറ്ററുകളിലേക്ക് എത്താണ്, ഓണം റിലീസായിട്ട്. അതിന്റെ ഒരു പ്രൊമോഷനും ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചാണ്. ഒരുപാട് വലിയ റിലീസുകൾക്കിടയിലൂടെ ചിത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയ ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഫാൻ ഷോ വരുന്നു. എന്താണ് സുകുമാരക്കുറുപ്പ്, എന്താണ് അതിന്റെ വിശേഷങ്ങൾ? സുകുമാരക്കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ് ഒരു കോഫി ഷോപ്പിന് ചുറ്റിപ്പറ്റിയാണ് കഥ. അതായത് കോഫി ഷോപ്പ് എൻ്റെ കോഫി ഷോപ്പാണ്, സുകുമാരക്കുറുപ്പ് എന്നുള്ള ക്യാരക്ടർ ചെയ്യുന്ന ഞാനാണ്. അപ്പോൾ അതിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫായിട്ടുള്ള കുറച്ച് പിള്ളേരും, അതാണ് ഗ്യാങ്, സുകുമാരക്കുറുപ്പിൻ്റെ ഗ്യാങ്. അപ്പം അതിനോട് അനുബന്ധിച്ച് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കാശുകാരൻ്റെ വീടുണ്ട്. ആ വീട്ടിലെ അവിടുത്തെ ആളാണ് ദിനേശ് പണിക്കർ. അവിടെ കുറച്ച് എന്താ പറയേണ്ടത് സസ്പെൻസും കാര്യങ്ങളുണ്ട് അവിടെ നിൽക്കട്ടെ. പിന്നെ അത് സിനിമ കാണുമ്പോഴേ അതിൻ്റെ ബാക്കി രസം ഉണ്ടാവുള്ളൂ. ആ ത്രില്ലിങ്ങൊക്കെ അതിലാണ് വരുന്നത്. പിന്നെ നമ്മുടെ കുറേ കസ്റ്റമർ ഹോട്ടലിലേക്ക് വരുന്ന ആൾക്കാരുടെ കഥയും, അതോടൊപ്പം തന്നെ പിന്നെ എന്താ പറയുക ഈ സ്റ്റാഫായിട്ടുള്ള ആൾക്കാർ തന്നെ ഗ്യാങ്സ് തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് കഥ, അത് ആ സംഭവങ്ങളുണ്ട്. കോമഡിയും ത്രില്ലിങ്ങും എല്ലാം കൂടിയുള്ളൊരു സിനിമയാണ്. വലിയ സിനിമയൊന്നുമല്ല, ചെറിയ സിനിമയാണ്. പക്ഷെ അതിൽ ഇരുന്നുകൊണ്ട് കുറച്ച് വളരെ രസകരമായി തോന്നിയിട്ടുണ്ട് എനിക്ക് കണ്ടെടുത്തോളം. അതുപോലെ കാക്കിപ്പട തുടങ്ങി 2-3 സിനിമ ഡയറക്റ്റ് ചെയ്ത ഷെബിനാണ് ഇതിൻ്റെ ഡയറക്ടർ. പ്രജീവം മൂവീസ് വളരെ നല്ല രൂപത്തിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. വേറെ എന്താ പറയേണ്ടത്, ഇത് ഷൂട്ട് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളൊക്കെ സാധാരണ ചില എന്താ പറയേണ്ടത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട്. അല്ല അത് അവിടെ ബസ്സിൽ ദിവസം പോയിരുന്നപ്പോൾ എനിക്കത് ഓർമ്മ, അതൊരു ചെറിയ തോന്നൽ വന്ന്. സത്യമാണ് നിങ്ങൾ ചോദിച്ചത്. കൽപ്പറ്റ ഉണ്ട്, നമുക്ക് കാലിക്കറ്റ് ഉണ്ട്, ഇപ്പോൾ എറണാകുളത്ത് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ വെക്കട്ടെ. അപ്പോൾ ചെറിയൊരു പടം, എന്നാലും വളരെ രസകരമായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അത്
പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രൂപത്തിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പ്രേക്ഷകർ വിജയിപ്പിക്കണം എന്നും കൂടി ഈ അവസരത്തിൽ പറയാണ്. ഓക്കെ, ഓണം റിലീസായിട്ടും കൂടെയാണ്. അതെ അതെ അതെ. ഇതില് ട്രെയിലറിൽ ഒരു ഡയലോഗ് ഉണ്ട്, കാരണഭൂതൻ എന്ന് ചോദിക്കുമ്പോ അയ്യോ സഖാവ് പിണറായി വിജയനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അത്രയും നിഷ്കളങ്കനായിട്ടുള്ള ഒരു കഫേ നടത്തിപ്പുകാരനായിട്ടാണോ സുകുമാരക്കുറുപ്പ് വരുന്നത്? ഞാൻ പറഞ്ഞത് കോമഡിയാണ് ഇതിലെ മെയിൻ ഇത് വരുന്നത്, ക്യാരക്ടർ അങ്ങനെയൊക്കെയാ വരുന്നത്. അതുപോലെ വന്ന് ചോദിക്കുമ്പോൾ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പം ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന രൂപത്തിലുള്ള ഒരു 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 എന്താണ് സുകുമാരക്കുറുപ്പ് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടാവും. അതുപോലെയുള്ള സിറ്റുവേഷൻസ് ആണ് കൂടുതലുള്ളത്. ഈ സുകുമാരക്കുറുപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കുറുപ്പുമായിട്ട് റിലേറ്റ് ചെയ്യും, സുകുമാരക്കുറുപ്പിന്റെ അതുമായിട്ട്. അങ്ങനത്തെ കമ്പാരിസൺസ് വന്നിരുന്നു ഇങ്ങനെ ഇതിന്റെ ഒരു അനൗൺസ്മെന്റ് വന്ന കാലത്തും ഒക്കെ? അതൊക്കെ വിദഗ്ധമായിട്ട് അദ്ദേഹത്തിന് ഇതിന്റെ ടൈറ്റിൽ ചെയ്ത ആൾക്കാരുടെ വിദഗ്ധമായി ചെയ്തായിരിക്കും. ഒന്ന് കളിപ്പിക്കാവുന്ന. അപ്പൊ അതന്നെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു സംശയം തോന്നി, അതന്നെയാണ് ഇതിന്റെ ആവശ്യം. ഇപ്പോ 4 പതിറ്റാണ്ടായിട്ട് മലയാള സിനിമ, അല്ല സോറി 45 വർഷം കഴിഞ്ഞു. 45 വർഷം കഴിഞ്ഞു. അതിൽ 200ഓളം കഥാപാത്രങ്ങൾ ചെയ്തു. അതിൽ പല ഷെയ്ഡുള്ള കഥാപാത്രമാണ്. ചിലപ്പോ നായകന്റെ ഒപ്പമായിരിക്കും, ചിലപ്പോ വില്ലനായിരിക്കും, പോലീസ് ഓഫീസറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും കരിയറിൽ ഒരു ബ്രേക്ക് വന്നത് ഭീഷ്മ പർവ്വത്തിലെ ശിവൻകുട്ടി ആയിരിക്കും എന്ന് തോന്നുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ശിവൻകുട്ടിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ശിവൻകുട്ടിയിലെത്തുന്നത് ഞാൻ വളരെ മുമ്പ് തന്നെ അമൽ നീർ സാറെ പരിചയപ്പെട്ടു. അപ്പം പലപ്പോഴും അദ്ദേഹത്തെ പറയും നമുക്ക് ഉടനെ ചെയ്യാം എന്ന് പറയും. ഒരു എന്താ പറയേണ്ടത്, പുള്ളിയുടെ മനസ്സിലുള്ളതായിട്ടുള്ള ഒരു സംഭവം വന്നിട്ടില്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ഇപ്പം ലാസ്റ്റിൽ ബിലാൽ ഷൂട്ട് തുടങ്ങാനുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു കോവിഡിൻ്റെ തൊട്ട് മുമ്പ്. അപ്പം ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു പറഞ്ഞാൽ അത് ബിഗ് ബിയിലുള്ള ആൾക്കാർ തന്നെ ഉണ്ട്, വേറെ പുതിയ ആൾക്കാരുണ്ടാവും എന്നുള്ള സംശയം നോക്കാൻ നമുക്കുണ്ടെങ്കിൽ നോക്കി ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പം ആ പ്ലാനിങ് ഒക്കെ അദ്ദേഹത്തിന് മാറി. അപ്പോൾ ഒരു സബ്ജക്റ്റ് ഇത് ഞാൻ അറിയുന്നില്ല. ഇത് ഒരു ദിവസം ഒരു ഫോൺ കോൾ വന്ന് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾക്കൊരു വേഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാ ആയിക്കോട്ടെ, സന്തോഷം. അപ്പോൾ പറഞ്ഞ് ഇപ്പം ഏതോ പടം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചില്ല. അപ്പം 2 മാസം കൊണ്ട് ഉണ്ടാവുള്ളൂ. അപ്പം ചെറിയ റോളല്ല എന്ന് പറഞ്ഞു. വലിയ റോളാണ്, ഒന്ന് മുടിയും താടിയൊക്കെ ഒന്ന് വളർത്തണം, വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഓൾട്ടർ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പം നമുക്ക് വലിയ ത്രില്ലടിച്ചു. കാരണം അത്രയും മമ്മൂക്കാൻ്റെ പടം, പിന്നെ അമൽ സാറ് ഡയറക്ഷൻ. അപ്പോൾ ആ ഒരു ബിഗ് ബീൻ്റെ ആ ഒരു ഇതൊക്കെ മനസ്സിൽ കിടക്കുകയാണല്ലോ. അങ്ങനെ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പം 2 മാസം കഴിഞ്ഞ് കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെയും ഡിലേ ആയി. 3-4 മാസമായി. അപ്പോഴേക്കും മുടിയൊക്കെ നല്ല വളർന്ന് ഞാൻ സാധാരണ മുടി വളർത്താൻ പറ്റാറില്ല. കാരണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് മുടി വെട്ടേണ്ടത് ഇതാണ്. പിന്നെ അതുമല്ല അത് ശീലമാണ്. മുടി വളർന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ വേഗം മാസത്തിൽ 2 പ്രാവശ്യം മുടി വെട്ടുന്ന ആളാണ്. അപ്പോൾ ഇത് വളർത്തി അങ്ങനെ താടിയൊക്കെ ആയി ലൊക്കേഷനിൽ വന്ന് നോക്കി പുള്ളി നോക്കിയിട്ട് വേറെ ഇതൊന്നും ചെയ്യാനില്ല, എൻ്റെ ശിവൻകുട്ടി തന്നെയാണെന്ന് പറഞ്ഞു. മമ്മൂക്കയുടെ കൂടെയുള്ള റോളാണെന്നുള്ളതൊക്കെ മുന്നേ അറിയാം. അത് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ്? അതെ. അത് ആ ക്യാരക്ടർ ഫസ്റ്റില് അമൽ സാറ് കഥ പറഞ്ഞു മമ്മൂക്കാൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ് ഇത് ബുക്കേ ചെയ്യുന്നുള്ളത് പറഞ്ഞു. ഈ മുന്നേ ഉള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ പടം റിലീസ് ആവുന്നത് വരെ ഇത്രയും നീളത്തിലുള്ള ഇത്രയും പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ശിവൻകുട്ടി എന്ന് അറിയില്ലായിരുന്നു. സ്പോട്ട് ഡബ് ആയതുകൊണ്ട് അങ്ങനെയും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു ബ്രീഫിങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ വരെയുള്ള ഒരു പ്രതീക്ഷ എന്തായിരുന്നു? അല്ല, അത് കഥയിൽ കുറെ മാറ്റങ്ങൾ ആ സ്പോട്ടിൽ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ എങ്ങനെ ശിവൻകുട്ടിനെ ഇത് ചെയ്യണം എന്നുള്ളത് പിന്നെ ഒരുപാട് ആലോചിച്ചിട്ട് മരിക്കുന്നതൊക്കെ പിന്നീട് വന്നതാണ്. അപ്പം ആ കഥാപാത്രം അതുപോലെ ശിവൻകുട്ടി അടിക്കുന്നില്ല, കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിനും കഴിവുള്ള ആളാണ്. അതുപോലെ ഈ മൈക്കിളപ്പൻ്റെ ഏത് കാര്യങ്ങളും ഒരു നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ആളാണ് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടല്ല, അത് ഓഡിയൻസിനെ അങ്ങോട്ട്
ഫീൽ ചെയ്ത് അതായത് ശിവൻകുട്ടിക്ക് അറിയാതെ ശിവൻകുട്ടി പറഞ്ഞ എന്നതാണ് ശിവൻകുട്ടി അത് ചെയ്യും എന്നുള്ള ആ ശിവൻകുട്ടി മരണപ്പെടുമ്പോഴുള്ള മമ്മൂക്കാന്റെ ഈ മൈക്കിളപ്പന്റെ റിയാക്ഷനും എല്ലാം കൂടി വന്നപ്പോൾ ആ ക്യാരക്ടർ അങ്ങോട്ട് അത് ആദ്യം ഉണ്ടായിരുന്നില്ല. ഇല്ലല്ല നമുക്കറിയില്ല ഡബിങ് ഇല്ലല്ലോ സ്പോട്ട് ഡബിങ് ആയിരുന്നു അപ്പൊ എടുത്തത് എങ്ങനെ അപ്പൊ അതുപോലെ തന്നെ ഫസ്റ്റ് ഷോട്ടില് മറ്റേ നമ്മുടെ പോളി ചേച്ചി അവരെ വിളിച്ചുകൊണ്ട് വരുന്നു ആ ഒരു ഡയലോഗും കാര്യമൊന്നുമില്ല അവർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞ് കയറി കൊണ്ടുവരുന്ന അപ്പൊ തന്നെ ശിവൻകുട്ടിന്റെ ക്യാരക്ടർ ജനങ്ങളിലേക്ക് എത്തി ശിവൻകുട്ടി നല്ല ആളാണെന്നുള്ളത് അങ്ങനെ കൊണ്ടുപോയി അവിടെ നമുക്ക് ഇത് അടിക്കാൻ അവരെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട് സാധാരണ സിനിമകളിലാണെങ്കിൽ അവിടുന്ന് അത് കഴിഞ്ഞാൽ അടുത്ത ആ അടീൻ്റെ സീക്വൻസ് ഉണ്ടാകുക ഇത് അവിടെ നിന്ന് നമുക്ക് വന്ന് മറ്റേ കുട്ടിയുടെ ബർത്ത്ഡേ പരിപാടിയിൽ അറ്റൻഡ് ചെയ്ത് പിന്നെ നദിയ മൊയ്തുവിനെ പുറത്തിരുത്തി മറ്റേ മാറ്റിയിരുത്തി ഫോട്ടോ എടുക്കാൻ റെഡി ആയിക്കുമ്പോഴാണ് രമേശൻ വന്നിട്ട് ശിവൻകുട്ടി സാർ ശിവൻകുട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി മാറി വന്നിട്ടാണ് സംസാരിക്കുന്നത് അവിടെ നിന്ന് ചാമ്പിക്കം അവിടെയാണ് അതിന്റെ ത്രില്ലിങ് അത് ഭയങ്കര നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ മറ്റേ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ മറ്റേതെപ്പോഴേ വരികയെന്ന് നമ്മൾ അതെ 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 അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മാത്രമാണ് ആ സിനിമ അപ്പൊ അങ്ങനെയുള്ളത് പക്ഷെ മമ്മൂക്ക പറയുന്നു കേട്ടോ മമ്മൂക്ക പറയുന്നു മമ്മൂക്ക ഭയങ്കര റോളാണ് നിങ്ങളത് ഇത് നമ്മൾ ചെയ്യുമ്പോ അങ്ങനെ ചെയ്തു പോവാണല്ലോ എന്താണ് മച്ചാൻ അല്ല മച്ചാനെന്ന് വിളിക്കാനുള്ള ഒരു അധികാരം ആകെയുള്ള ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ശിവൻകുട്ടി മാത്രമേ മച്ചാനെന്ന് വിളിക്കുകയുള്ളൂ മച്ചാനെ അത് അതിൽ വേറൊരു സീൻ ഉണ്ടായിരുന്നു മച്ചാനെ പിന്നെ ഫാമിലിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് അത് പടത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഔട്ട് ചെയ്തു അത് ആ സീക്വൻസ് കുടുംബക്കാരൊക്കെ ചോദിക്കുന്നത് ആ ഒരു ബന്ധം അത് നേരത്തെ അങ്ങനെ തന്നെ എഴുതി വെച്ചതാണോ അത് മച്ചാനെ ആ ഒരു അതെ 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 ആദ്യമായി കഥയിലുള്ളതാ ഈ ശിവൻകുട്ടിക്ക് ശേഷം കുറച്ചും കൂടെ ആക്ഷൻ പാക്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വേറെ പടം എന്ന് പറയുന്നത് കാർത്തിക് സുബ്ബരാജിന്റെ ജിഗർദാണ്ടയാണ്. അതിനകത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോയും എല്ലാം ഷെയർ ചെയ്ത് അതിനെ പറ്റിയുള്ള മെമ്മറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അത് ഞങ്ങള് പിന്നെ ടെർബോന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ജിഗർദണ്ഡന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ ഇവിടെ എറണാകുളത്ത് വന്ന് പോകുന്ന വഴിക്ക് മമ്മൂക്കാനെ കാണണമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കാൻ്റെ അടുത്ത് വന്നത് മമ്മൂക്കാൻ്റെ ക്യാരവൻ ഞാനും മമ്മൂക്കും കൂടി മമ്മൂക്കാൻ്റെ ക്യാരവനിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ പിന്നെ ലോറൻസ് ഞാനും പരിചയപ്പെട്ടില്ല. ഞങ്ങൾ പരിചയപ്പെടുന്നത് അവിടെ വെച്ചിട്ടാണ്. പക്ഷെ ഫസ്റ്റിൽ ലോറൻസ് എൻ്റെ അടുത്ത് ചോദിച്ച് ഭീഷ്മക്ക് അപ്പുറം നീങ്ക இந்த படம் தான் பண்றது മമ്മൂക്കൂട്ട് കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. കാരണം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത്. അപ്പം ഭീഷ്മ കഴിഞ്ഞിട്ട് പിന്നെ മമ്മൂക്കാൻ്റെ കൂടെ ചെയ്യുന്ന പടം ഇതാണോ എന്ന് അയാൾ ചോദിച്ചു അവിടെ. അപ്പൊ ആ ജിഗർദാണ്ടയില് അഭിനയിക്കണം അല്ല അത്തരം ഒരു തമിഴ് സിനിമയിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായോ? തമിഴ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. ഞാൻ ലാസ്റ്റ് ചെയ്ത പടം മജ എന്ന് പറഞ്ഞ സിനിമയാണ് വിക്രമിന്റെ. തൊമ്മന മക്കളുടെ റീമേക്ക്. അത് ഷാഫി സാർ തന്നെയായിരുന്നു ഡയറക്ടർ. അപ്പം വിക്രം പറഞ്ഞു തമിഴിൽ അത് അപ്പൊക്കെ എന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ വേഷം ചെയ്ത്. പിന്നെ തമിഴിലേക്ക് ശരിയായ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. തമിഴിൽ ചെയ്യണം എന്നല്ലേ ആഗ്രഹമുണ്ട്. അതും ആക്ഷൻ പടം തന്നെ വേണമെന്നുള്ള വില്ലൻ റോള് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. വില്ലൻ ഞാൻ പറഞ്ഞില്ലേ കോമഡി വിത്ത് വില്ലനിസം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അത് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ അതൊക്കെ ചെയ്യാന്നുള്ള ധൈര്യമുണ്ട്. ഇപ്പോഴാണ് അതിലേക്ക്. അതെ 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 അതെ. ഈ മമ്മൂട്ടിയായിട്ടുള്ള ഒരു ബന്ധം എനിക്കൊന്ന് ജോണി വാക്കർ മുതല് ഒരു കരിയറിൽ ഒരു ഷിഫ്റ്റ് വന്നത് ജോണി വാക്കറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുതലുള്ള ഒരു ബന്ധമാണ് മമ്മൂട്ടിയായിട്ടുള്ളതെന്ന് പറഞ്ഞു. എപ്പൊ കണ്ടാലും ഫോട്ടോ എടുക്കണം അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. ഈ ഒരു കരിയറിൽ ഇപ്പൊ അവസാനം ടർബോയിലേക്ക് വരെ ഒന്നിച്ചു വരുന്നു. ആ ഒരു ബന്ധത്തിനെ എങ്ങനെയാണ് കാണുന്നത്? അത് എന്താ പറയേണ്ടത്, സിനിമാ ജീവിതത്തിലെ ഏറ്റവും വലിയ ബന്ധമാണ് എനിക്കത്. എൻ്റെ മനസ്സിൽ ഞാനത് അത്രയും എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മൾ എന്താ പറയുക ഉൾപ്പെടാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കാണുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരാളെ ഒരു ബന്ധം കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വളരെ സെലക്ട് ചെയ്തിട്ടേ ചെയ്യുള്ളൂ. അത്രയും ഒരു എന്താ പറയേണ്ടത് സിനിമയിൽ അഭിനയിക്കുന്നതും മറ്റൊന്നുമല്ല, അല്ലാതെയുള്ള ഒരു ബന്ധം ആക്കി എടുക്കാൻ കഴിഞ്ഞു. അത് വലിയ സന്തോഷം. ഈ 150ാമത്തെ ചിത്രത്തിന്റെ റിലീസിന്റെ സമയത്ത് ഒരു ട്രിബ്യൂട്ട് പോലെ മമ്മൂട്ടിയും മോഹൻലാലും ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ അതിപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വരാറുണ്ട്. അതിൽ മമ്മൂട്ടി പറയുന്നുണ്ട്, ഒരു എന്നെക്കാളും സീനിയർ ആണ് അബു സലീം, പക്ഷെ എനിക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് കിട്ടിയത്, ഒരു ആദരവ് വരുന്നു 150ാമത്തെ സിനിമയില്. അത്തരം ഒരു റിയാക്ഷൻ തന്ന ഫീൽ എന്താണ്?
അല്ല അത് അതിൽ തന്നെ നമുക്ക് പറയുന്നുണ്ട്. 10-35 പടങ്ങളിൽ അന്ന് 10-35 പടങ്ങളിൽ എൻ്റെ കൂടെ അഭിനയിച്ചെന്ന മുസ്ലിം പറയുന്നത്. പക്ഷേ എനിക്ക് 100 പടങ്ങൾ ചെയ്ത മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള പുള്ളി പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഞങ്ങൾ കാര്യങ്ങൾ അടുപ്പവും കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും സിനിമാ കാര്യങ്ങളും എന്താ പറയുക രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കും. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇത് വിശകലനം ചെയ്യും. അപ്പം ഒരു പിന്നെ മമ്മൂക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഏത് മേഖലയെക്കുറിച്ചും വളരെ ആധികാരികമായിട്ട് പുള്ളിക്ക് അറിയുകയും ചെയ്യുക, അത് പറയാനും അറിയാം, മനസ്സിലാക്കാനും അറിയാം. അപ്പം അതുപോലെ അതുകൊണ്ടാണ് ഓരോ വ്യക്തികളെയും അദ്ദേഹം പെട്ടെന്ന് പഠിക്കുന്നതിൻ്റെ കാരണം. അപ്പോൾ ഓരോരുത്തരുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലുള്ള അതിനനുസരിച്ചേക്കുമ്പോൾ നമ്മളെ പിന്നെ സ്വഭാവങ്ങൾ പ്രകടമാകുക. അപ്പം അത് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് പുള്ളി. ഈ മമ്മൂട്ടിയെ പറ്റി പറഞ്ഞ സമയത്ത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സ് കൈമാറാറുണ്ട് എന്നൊക്കെ ഞാൻ മുന്നൊരു ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഈ ഇപ്പോഴും ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്നതിൽ നിങ്ങൾ രണ്ടുപേരും ഒരു ആളുകൾക്ക് എപ്പോഴും ഒരു മാതൃകയാണ്. അതിലൊരു പ്രത്യേക ചാർട്ടിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ഞാൻ ഒരുപാട് ഫിറ്റ്നസിന് വേണ്ടിയുള്ള വർക്കൗട്ടിൻ്റെ ഒരുപാട് ടിപ്സ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഭക്ഷണത്തിൻ്റെ പുള്ളി വളരെ സയൻറ്റിഫിക് ആയിട്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പുള്ളി പറയും. പുള്ളി വളരെ അത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു ഭക്ഷണ രീതികൾ ഇങ്ങനെ വേണം, ഇതാണ് നല്ലത് എന്നുള്ളത് പുള്ളി പറയുമ്പോൾ നമ്മൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ നാച്ചുറലായിട്ടുള്ള ബിൽഡിങ്ങും നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിച്ചിട്ടാണ് ബോഡി ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം സപ്ലിമെൻ്ററി ഫുഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താ പറയേണ്ടത് പ്രോട്ടീൻ ഫുഡ് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബോഡി ബിൽഡിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ സാധാരണ ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ് അതിനുവേണ്ടി പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ ധാരാളം കഴിക്കേണ്ടി വരും. അത് സപ്ലിമെൻ്ററി ഫുഡാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പൗഡറോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതാണെങ്കിൽ അത് കലക്കി കുടിക്കുന്നത് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ ഫുഡ് കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ അതിലാക്കി അത്രയും കലോറി സാധനങ്ങൾ അല്ലെങ്കിൽ അത്ര അത് കൂടുതൽ വരേണ്ടി വരും. അപ്പോൾ കൂടുതലായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് നമ്മൾ 3 നേരമാണ്. ശരിക്കും 3 നേരം ഭക്ഷണം കഴിക്കുമ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കാം, ഉച്ചക്കത്തെ ഒരു മീഡിയം, രാത്രിയിൽ വളരെ ലൈറ്റായിട്ട്. ഇത് ഈ 3 എന്നുള്ളത് ഒരു 6 നേരമാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാറ്റ് പിന്നെ കുറക്കാനും അതുപോലെ തന്നെ നമ്മുടെ വയറ് വലുതാകാതിരിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ കൂടുതൽ കഴിക്കുമ്പം ഈ ബെല്ലിയൊക്കെ അങ്ങോട്ട് വലുതാവും. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഭക്ഷണത്തിൻ്റെ കാര്യം ഇങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതുപോലെ വർക്കൗട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു പ്രായം ആയി കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യുന്നത് വെയിറ്റ് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെയിറ്റ് ട്രെയിനിങ് ആവശ്യമാണ്. മസിലിന് സ്ട്രെങ്ത് ആക്കിയാൽ മാത്രമേ, അല്ലെങ്കിൽ ബോണിന് നമുക്ക് സ്ട്രെങ്ത് കുറയും. നമ്മൾ കംപ്ലീറ്റ് ലോഡ് മസിൽ സ്ട്രെങ്ത് കുറയുമ്പോൾ നമ്മളെ എല്ലാ കാര്യത്തിനും ബോണിലേക്ക് നമ്മളെ ആ സ്ട്രെസ് വരും. അപ്പം മസിലിനെ സ്ട്രോങ് ആക്കി നിർത്തണമെങ്കിൽ വെയിറ്റ് ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ വെയിറ്റ് എത്ര എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മുടെ പ്രായത്തിൻ്റെയും നമ്മുടെ ശരീരത്തിൻ്റെ ഘടനക്കനുസരിച്ചിട്ട് തീരുമാനിച്ചുകൊണ്ട് ചെയ്യണം. അപ്പോഴേ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുള്ളൂ. മറ്റേ പെട്ടെന്നുള്ളത് ചെയ്യുമ്പോൾ അത് പറഞ്ഞപ്പോഴേ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പലരും നമ്മൾ കാണുന്നുണ്ട് പെട്ടെന്ന് ഫുട്ബോൾ കളിച്ചിട്ട് മരിച്ചു, അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് മരിച്ചു, ഷട്ടിൽ കളിച്ചിട്ട് മരിച്ചു എന്നൊക്കെ പറയുന്നത്. ഓവർ വർക്കൗട്ടിന്റെ ആണോ? ഓവർ വർക്കൗട്ട് അല്ല, അത് ചെയ്യാതെ പോയിട്ട് പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ശരീരത്തിന് സുഖമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു വർക്കൗട്ട് ചെയ്യുമ്പം ഫസ്റ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം അതിന് യോഗ്യമാണോ എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധന നടത്തണം. നമ്മൾ ക്ഷീണോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശ്വാസത്തിനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തോ ഒന്നും വർക്കൗട്ട് ചെയ്യരുത്. പക്ഷെ ആ കെയർ ഓഫ് പറഞ്ഞിട്ട് എന്നും ഒന്നും സുഖമല്ല, അതല്ല പറഞ്ഞത്. ചെയ്യുമ്പം അത് അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഫുട്ബോളൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം നമ്മുടെ പല സിനിമാ മേഖലയിലല്ല അല്ലാത്ത ആൾക്കാരും ഇങ്ങനെ പെട്ടെന്ന് കുറച്ച് ദിവസമൊക്കെ നിന്നിട്ട് നാട്ടിലൊക്കെ പോയിട്ട് പിന്നെ ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കാനോ ഒക്കെ പോയിട്ട് അന്ന് തടി കുറക്കണം എന്ന് വെച്ചാൽ നല്ല ഹെവി ആയിട്ട് അതിനുള്ള കഴിവ് സ്ട്രെങ്ത് ഉണ്ടാവും ചെയ്യും. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കാണ് ശരിക്കും ബ്രീത്ത് ശരിക്കും കിട്ടാണ്ട് വന്ന് അപ്പത്തിന് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആൾക്കാരെന്ത് പറയും, അവൻ ജിമ്മിൽ പോയി മരിച്ചു, അവൻ ഷട്ടിൽ കളിച്ച് മരിച്ചു, ഇതൊന്നും ചെയ്യരുത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല ശരി. നമ്മൾ
നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി അതിനുള്ള വ്യായാമം ചെയ്ത് അത് ചെയ്യാൻ പറ്റാത്ത ദിവസം ചെയ്യരുത്. അത് ക്ലിയറായിട്ട് അത് പിന്നെ എന്താ പറയേണ്ടത്, നമ്മുടെ അതിന് ശരീരം അതിന് വളരെ യോഗ്യമായി നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് വർക്കൗട്ട് ചെയ്ത് അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ ഫിറ്റ്നസ് നിലനിർത്തേണ്ട ആവശ്യമാണ്. ഫിറ്റ്നസ് നിലനിർത്തി കഴിഞ്ഞാൽ നമുക്ക് എത്ര പ്രായമായി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ മനസ്സിൽ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മൾ ഫിറ്റാണെന്നുള്ളത്. അത് വലിയ കാര്യമാണത്. ഇതിന്റെ കൂടെ തന്നെ സർവീസിൽ തുടർന്ന് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഞാൻ കേട്ടത്, ഇപ്പൊ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പോയ സമയത്ത് ആള് വന്നിട്ട് ഇത് ഏത് സിനിമയുടെ ഷൂട്ടാണ് എന്ന് ചോദിക്കുന്ന പോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അത് നിരന്തരമായിട്ട് സർവീസിൽ ഉണ്ടാവാറ്. അത് പല സ്ഥലത്തും ഞാൻ ട്രാഫിക്കിലുള്ള സമയത്തൊക്കെ ഇങ്ങനെ വണ്ടി ചെക്കിംഗ് ഒക്കെ നടത്തി പിന്നെ നിൽക്കുന്ന സമയത്ത് നല്ലൊന്ന് ഷൂട്ടിങ് അല്ല ഇത്. അതുപോലെ ഫൈൻ എഴുതി കൊടുത്തിട്ട് നമ്മളെ റെസീറ്റ് കൊടുക്കുമ്പോൾ സൈൻ ചെയ്തിട്ടാണുള്ളത് കൊടുക്കുക. അന്നധികം 100 രൂപ ഫൈനാണ് അതിന് വരുന്നത്. നമ്മൾ എഴുതി കൊടുത്തു കഴിയുമ്പോൾ അത് മേടിച്ചിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് പോകും. കാരണം ഒരു ഓട്ടോഗ്രാഫ് കിട്ടിയ മാതിരി അപ്പം എന്നിട്ട് പോലീസുകാർ പറയുന്നത്, സാർ ഞങ്ങൾ പിന്നെ ഈ സന്തോഷത്തോടു കൂടിയിട്ട് ഇവർ ഈ പിന്നെ റെസീറ്റ് വാങ്ങി ഫൈൻ അടച്ചിട്ട് പോകുന്നത് നമ്മൾ സാറ് വന്നപ്പോഴേ കാണുന്നത്. അങ്ങനെയുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കേസിൽ പ്രതിനെ അന്വേഷിക്കാൻ പോയി അവരുടെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് നമ്മളെന്തോ നല്ല പരിചയമുള്ള ഒരാളാണ്, നമ്മളെ കൂടെ അയക്കാനും അതിനൊന്നും പേടിയില്ല. അതുപോലെ തന്നെ പിന്നെ എന്താ പറയേണ്ടത്, അവരിലൊരാളായിട്ട് കാണാൻ പറ്റും. അപ്പം അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്. ഇത് തിരിച്ച് സിനിമയിലും സിനിമയിൽ എങ്ങനെയാണ് അതിനെ ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്? സിനിമയിൽ നമ്മൾ പോലീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവില്ല. പോലീസിലായതുകൊണ്ട് ഞാൻ ആ ഡിസിപ്ലിനിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. അതിലൊന്നും മാറിയിട്ട് അങ്ങോട്ടേക്ക് ഒരു ഉണ്ടായിട്ടില്ല. അപ്പം അതും എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ എന്താ പറയേണ്ടത്, എന്തിനും ഒരു കൃത്യനിഷ്ഠ, ഒരു പങ്ക്ച്വാലിറ്റി, നമ്മൾ പിന്നെ സമയത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോലീസിലുള്ള അതേ സാധനം തന്നെയാണ് സിനിമയിൽ. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു സിനിമയിലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലുള്ള ജീവിതമാണ്, എല്ലാം ഭയങ്കര ഫ്രീഡാണ്. ഞാൻ നോക്കിയപ്പോൾ പോലീസിലെ ഡിസിപ്ലിനെക്കാളും ഡിസിപ്ലിൻ വേണ്ടത് സിനിമയിലാണ്. അതുകൊണ്ടാണ് നമുക്ക് നിലനിൽക്കാൻ പറ്റുന്നത്. നേരത്തെ ശിവൻകുട്ടിയെ പറ്റി പറഞ്ഞ സമയത്താണ് എപ്പോഴും ശിവൻകുട്ടിയെ പറ്റി പറയുമ്പോൾ ഓർമ്മിപ്പിക്കുന്ന ഒരു പേരാണ് പ്രജാപതിയിലെ കാട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രം. അത് പക്ഷെ ഇത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? അത് എന്താ വെച്ചാൽ പടം അത്ര അങ്ങോട്ട് ഹിറ്റായില്ല ആ കാലഘട്ടത്തിൽ. പിന്നെ ടി വിയിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് സിനിമയ്ക്ക് കൂടുതൽ ഇത് കിട്ടിയത്. തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ആ പടത്തിന് അത്ര വലിയൊരു വിജയം കിട്ടിയിട്ടില്ല. പ്രജാപതി അതും വളരെ നല്ല വേഷം തന്നെയാണ്. അത് ഇതേ പറഞ്ഞ മാതിരി മമ്മൂക്കാൻ്റെ രണ്ടും രണ്ട് ടൈപ്പാണ്. അത് ശരിക്കും റിയാക്ട് ചെയ്യുന്നൊരു കാട്ടിയാണ്. കാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് അപകടം പറ്റുമ്പോഴൊക്കെ അതിന് കൂടെ നിന്നിട്ട് അതിനെ സംരക്ഷിക്കാനും ഇതിനൊക്കെ നിന്നിട്ടുള്ള ഇതും അത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആണ്. അത് എന്താ പറയേണ്ടത്, ആ ഒരു പിന്നെ എന്താ പറയുക, വളരെ സൈലൻ്റായിട്ട് നിന്നിട്ട് എല്ലാം കഴിഞ്ഞ് ഈ വലിയ എന്തോ ഇതിൻ്റെ മുന്നേ വലിയ കളികളൊക്കെ കഴിഞ്ഞിട്ട് നിർത്തിയ ഒരാളായിട്ടാണ് ശിവൻകുട്ടനെ കാണുന്നത്. മറ്റത് കാട്ടി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റൈറ്റ് ഹാൻഡ്. പുള്ളിയെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ പുള്ളീനെ തൊടാനും, പുള്ളിക്ക് വെടി കൊണ്ട് കഴിഞ്ഞിട്ട് പോയിട്ട് ഉള്ള നന്നായി ചെയ്ത ഒരു സിനിമയാണത്. പക്ഷെ അത് ഇതേ രൂപത്തിലുള്ളൊരു പ്രചാരം കിട്ടിയില്ല. ഈ ഇപ്പം ശിവൻകുട്ടി തന്നിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടല്ലോ മലയാള സിനിമയിൽ. ഇപ്പൊ നേരത്തെ പറഞ്ഞ തമിഴ് താരങ്ങൾ പോലും വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. അതിനെ എത്രത്തോളം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഇനിയും അങ്ങനെ ഒരുപാട് പ്രൊജക്റ്റുകളിൽ അപ്രോച്ച് വന്നിട്ടുണ്ട്. അല്ല, അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ല പടങ്ങൾ കിട്ടിയത്. ഞാൻ അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ചെയ്ത പടമാണ് പൂക്കാലം. പൂക്കാലത്തിൽ നല്ലൊരു വേഷം കിട്ടിയത്. അതിൽ ഇതിൻ്റെ വേറൊരു വേർഷൻ, ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഇത്, അത് നല്ല നല്ല അഭിപ്രായം ഉണ്ടാക്കിയൊരു സിനിമയാണ്. ആക്ച്വലി ഇപ്പം ഞാൻ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ പൈങ്കിളി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ അമ്പാൻ സജിൻ ഗോപു നായകനായിട്ട് അഭിനയിക്കുന്ന പടത്തിൽ സജിൻ ഗോപുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നുണ്ട്. അച്ഛനായിട്ട് അത് കോമഡി കലർന്നിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് വളരെ രസകരമായിട്ട് എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്നെ ആയിരിക്കും ആ സിനിമ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പം വള എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ലൊക്കേഷൻ ഞാൻ വന്നത് അത് കഠിനകടവരം മണ്ടകടകം എന്നുള്ള സിനിമ ഡയറക്റ്റ് ചെയ്ത മോഹസിൻ ഡയറക്റ്റ് ചെയ്യുന്ന പടം. അതിൽ ലുക്മാനും പിന്നെ ധ്യാൻ ശ്രീനിവാസനാണ് ഹീറോസ്.
അത് കോഴിക്കോട് കോഴിക്കോട് മുഖത്ത് ഷൂട്ടിംഗ് നടന്നോണ്ട് അവിടുന്ന് ഞാൻ ഇപ്പം നല്ല എത്തിയത് ഇവിടെ. അതിലും നല്ല വേഷം തന്നെ ചെയ്യുന്നത്. അതിൽ കുറച്ച് മാസമൊക്കെ ഉണ്ടായില്ല, അങ്ങനത്തെ ക്യാരക്ടറാണ്. പിന്നെ 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 വരാൻ പോകുന്നത് ആർണോൾഡ് ശിവശങ്കർ എന്ന് പറഞ്ഞൊരു മൂവി AK സാജൻ ഡയറക്ട് ചെയ്യുന്നത്. അതിപ്പം ഈ ഇയർ എൻഡിൽ മിക്കവാറും സ്റ്റാർട്ട് ചെയ്യും. അത് നായകനായിട്ട് ചെയ്യുന്നത്. അർണോൾഡ് എന്ന് പറയുന്നത് എപ്പോഴും മലയാളികൾക്ക് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പേരും കൂടിയാണല്ലോ, അബു സലീം എന്ന് പറയുന്നത്. അത് തരുന്ന ഒരു ബൂസ്റ്റ്, ഇപ്പൊ എല്ലാ കാര്യത്തിലും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തരുന്ന ഒരു കോൺഫിഡൻസും ബൂസ്റ്റ് എങ്ങനെയാണ്? അർണോൾഡ് ഞാൻ ബോഡി ബിൽഡിങ് ചെയ്ത് ആ കാലഘട്ടത്തില് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന കാലത്ത് പിന്നെ ആർണോൾഡിന്റെ ബുക്ക് നോക്കിയിട്ടാണ് ഞാൻ പിന്നെ ബോഡി ബിൽഡിങ്ങിന്റെ ആർണോൾഡ് എഴുതിയൊരു ബുക്ക് ഉണ്ട്, അത് നോക്കിയിട്ടാണ് പിന്നെ വർക്കൗട്ട് ചെയ്തിരുന്നത്. അപ്പം അന്ന് മുതലേ ഞാൻ ആരാധിക്കുന്നതും എൻ്റെ റോൾ മോഡലും എല്ലാമാണ് ആർണോൾഡ്. ആർണോൾഡിനെ നേരിട്ട് കാണാൻ പറ്റിയത് 10 വർഷത്തിന് മുമ്പാണ്. ഐ മൂവിയുടെ ഓഡിയോ ലോഞ്ചിന് ചെന്നൈയിലൊന്ന് വിക്രം വിളിച്ചു പറഞ്ഞു എന്നോട് ഇങ്ങനെ ആർണോൾഡ് വരുന്നുണ്ട്. അങ്ങനെ പോയിട്ട് കണ്ട് അദ്ദേഹത്തിനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. അദ്ദേഹത്തിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റിയത് ജീവിതത്തെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട്. അപ്പം ആർണോൾഡ് എന്നുള്ളത് എൻ്റെ ആ ഒരു ഇതിലങ്ങോട്ട് കലർന്നു പോയി. അപ്പം അത് പിന്നെ ബോഡി ബിൽഡിംഗ് ഫീൽഡിലുള്ള ആള് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആർണോൾഡ് എന്ന് പറഞ്ഞ് തമാശക്ക് പറഞ്ഞ് കളിയാക്കാറുണ്ടായിരുന്നു ആദ്യം. പിന്നീട് സീരിയസ് ആയിട്ട് പറയാൻ തുടങ്ങി. പിന്നെ അതെന്തായാലും ഈ മേഖലയിൽ നിന്ന് കേരളത്തിൽ നിന്ന് നമുക്ക് ആർണോൾഡിനെ കാണാനും പരിചയപ്പെടാനും പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് എല്ലാവർക്കും അതിശയമാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്. അപ്പം ഞാൻ പറയാം, മനസ്സിൽ നമ്മളെന്താ ആഗ്രഹിച്ചു കഴിഞ്ഞാലും, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ കാര്യങ്ങളൊക്കെ നടക്കും, എന്നൊന്നും സംശയമില്ല. അത് പ്രയത്നിക്കും വേണം, അതാണ് അതിൻ്റെ മെയിൻ കാര്യം. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മുടെ ഡെഡിക്കേഷൻ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് വിചാരിച്ച സ്ഥലത്ത് എത്താൻ പറ്റും, ഒരു സംശയമല്ല. ഇപ്പൊ നമ്മൾ ഓണത്തിന് ഇവിടെ ഇരിക്കുന്ന സമയത്തും ഏറെ പ്രയാസം ഉണ്ടാക്കിയൊരു കാര്യമായിരുന്നു വയനാട് ഉണ്ടായ ദുരന്തം. ചേട്ടനാണേലും വയനാട്ടുകാരനാണ്, ആ ഒരു കാലഘട്ടത്തെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ചെമ്പ്ര ആ ഭാഗത്ത് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ സ്ഥലത്ത് തന്നെ 924 ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ ഈ 2019 പുത്തുമല ദുരന്തം, ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. ഞാൻ അതിൻ്റെ റെസ്ക്യൂ ഇതിനൊക്കെ ഞാൻ കൂടെ പോയി അവിടെ നിന്ന് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ഷൂട്ടിങ്ങായിട്ടും ഞാൻ ദുബായിലായിരുന്നു. ഇത് സംഭവിക്കുന്ന ദിവസം ദുബായിലായിരുന്നു. അത് വന്ന് ഇവിടെ എറണാകുളത്ത് ഷൂട്ടിലായിരുന്നു. ഞാൻ പോകാൻ പറ്റിയില്ല. പിന്നെ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ ഇപ്രാവശ്യം. അവിടെ അത്രയും റെസ്ട്രിക്ഷനും കാര്യമൊക്കെ ആയിരുന്നു. നമ്മൾ പോകുന്നത് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവരെ കാണുകയൊക്കെ ചെയ്തു. അപ്പം ഇത് വയനാടിൻ്റെ ഒരു ഭാഗത്താണ്. വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരം കയറിപ്പോയി നേരെ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിൽ മേപ്പാടിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ചൂരൽമല, അത് ആ ഭാഗം അവിടെയാണ് നമ്മുടെ സൂചിപ്പാറ, ചൂരൽമല കഴിഞ്ഞ് മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, പുത്തുമല കഴിഞ്ഞിട്ടാണ് ഈ ചൂരൽമല വരുന്നത്. പുത്തുമലയാണ് കഴിഞ്ഞ പ്രാവശ്യം. അതിൻ്റെ ഇങ്ങേ ഭാഗം മലപ്പുറം ജില്ലയാണ്, നിലമ്പൂർ കവളപ്പാറ പോയത്. ഇതിൻ്റെയും അങ്ങേ ഭാഗം തന്നെയാണ്. അതാണ് ഈ ഭാഗത്തുനിന്ന് ഇത് പോയിട്ട് നേരെ പുഴയിൽ കൂടെ ഒലിച്ചു പോയിട്ട് ചാലിയാറിൽ എത്തുന്നതിൻ്റെ കാരണം. അതിലെ ഒരു ഷോർട്ട് വഴി വയനാട്ടിലേക്ക് ചുരമില്ലാതെ പെട്ടെന്ന് ഒരു വഴിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു, 12 കിലോമീറ്റർ. അത് ഈ ചുങ്കത്തറ ഉപ്പട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ ചൂരൽമലക്കാണ് അത് പ്ലാനിങ് ഉണ്ടായിരുന്നത്. അത്രയും അടുത്താണത്. അപ്പം ആ ചെരുവിലാണ് അത്. മുണ്ടക്കൈ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് അവിടെ തീരുകയാണത്. അത് കഴിഞ്ഞാൽ പിന്നെ പുഞ്ചിരി എസ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. ലാലേട്ടൻ്റെ ഒരു എസ്റ്റേറ്റൊക്കെ ഉണ്ട് അവിടെ, ഏലത്തോട്ടം. അതിൻ്റെയൊക്കെ ഒരു ഭാഗമൊക്കെ പോയി ഇതിൽ. അപ്പം ഇത് വളരെയധികം ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു, വളരെ ദുഃഖകരമായൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ മൊത്തത്തിൽ വയനാട് ദുരന്തമായിട്ട് അങ്ങോട്ട് മാറിയിട്ട് ഇത് ആൾക്കാർ മുഴുവൻ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകളും അതിൽ നിന്ന് വരാണ്ടായിപ്പോൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ലൊക്കേഷനിൽ ഒരു കുട്ടി ബാംഗ്ലൂർ പോകാനാണ് പറഞ്ഞ്, കോയമ്പത്തൂർ വഴി പോകേണ്ടി വരുമല്ലേ ഊട്ടി പിന്നെ ബാംഗ്ലൂരിലേക്ക്. ഞാൻ എന്താ അല്ല, കൽപ്പറ്റ വഴി പോകാൻ പറ്റില്ല, വയനാട് പ്രശ്നമല്ലേ, പോകാൻ പറ്റൂലല്ലോ. അപ്പം അത്രയും ഇതായിട്ട് നിൽക്കുന്നത്. അപ്പം അത് ഒരു ആഘാതം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സാധാരണക്കാർ അത് ടൂറിസത്തിനെ ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വയനാട്ടിൽ. അപ്പം അതെല്ലാം എല്ലാ മേഖലകളിലും അതിൻ്റെ ഒരു സ്തംഭനമുണ്ട്. മാറി വരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴേക്ക്
ഇപ്പോൾ ഓണാഘോഷത്തിൻ്റെ കാര്യമൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷിക്കുന്നില്ല, എല്ലാവർക്കും മാനസിക വിഷമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും അവരെല്ലാവരും അതിൽ നിന്നും റിക്കവറി ആയിട്ട് എന്താ പറയേണ്ടത്, പുതിയൊരു ജീവിതത്തിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം മരിച്ചവർ മരിച്ചു എന്നുള്ളതല്ല, അത് വിഷമം തന്നെയാണ്. വിഷമമുള്ള കാര്യം, ആ വിഷമം തീർത്താൽ തീരൂല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഉള്ളവർക്ക് ജീവിക്കണമല്ലോ. അവരെ പുനരുജ്ജീവിച്ച് വളരെ നല്ല രൂപത്തിൽ തന്നെ നല്ലൊരു ജീവിതം കൊടുക്കാനും, അവരെ എന്താ പറയേണ്ടത്, അതിൽ ഒരു പുനരധിവാസ വ്യക്തികളായിട്ട് കാണാതെ സമൂഹത്തിൽ അത് ഒരേ മാതിരിയുള്ള ആൾക്കാരായിട്ട് കാണാനും അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്ഥിതി എല്ലാവർക്കും ഉണ്ടാകണം. അതാണ് മെയിൻ കാര്യം. ഇപ്പൊ സുകുമാരക്കുറുപ്പിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഓണത്തിന് അത് എത്തുന്ന സമയത്ത് തരുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ഓണം റിലീസായിട്ട് ഒരുപാട് ആളുടെ കൂടെ. അപ്പൊ മുന്നേ പറയാറുണ്ട് എപ്പോഴും ഫാൻസ് ആണ് ഷോക്ക് കൊണ്ടുപോവാറ്, പിന്നീടാണ് ഫാമിലിയുടെ കൂടെ പോയി കാണാറ് എന്നൊക്കെ. അപ്പൊ ഈ സുകുമാരക്കുറുപ്പിലേക്കുള്ള പ്ലാനിങ് എന്തൊക്കെയാണ് ഓണാഘോഷമായിട്ട്? സുകുമാരക്കുറുപ്പ് ഞാനിപ്പം 13-ാം തീയതി എനിക്ക് ഷൂട്ട്, ഞാൻ പറഞ്ഞില്ലേ വള എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ്. അത് കോഴിക്കോടാണ്. മിക്കവാറും കോഴിക്കോട് നിന്നായിരിക്കും സിനിമ കാണുക. കോഴിക്കോട്. സുകുമാരക്കുറുപ്പിനും ഇനി വരാനിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകൾക്കൊക്കെ വലിയ വിജയം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. ഒരുപാട് വിജയങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. അപ്പോൾ പ്രജീവം മൂവീസിന്റെ ബാനറിൽ ഷെബിൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്, പുതുമുഖം നമ്മുടെ പ്രിയപ്പെട്ട ഷാജി സാറിന്റെ മകൻ ആനിയുടെയും മകൻ ഋഷിന്റെ നായകനായിട്ട് എത്തുന്ന സിനിമയാണ്. ആ സിനിമ എല്ലാവരും കാണുക. ഞാൻ വലിയ സംഭവങ്ങൾ മറ്റൊന്നും പറയുന്നില്ല. ചെറിയൊരു സിനിമ കണ്ടാൽ നിങ്ങൾക്ക് രസിക്കാവുന്നത്ര പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അത് കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. ചേട്ടാ.